സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഞാൻ നല്ല പൊരുതു ഓട്ടം തികച്ചു ശ്വാസം കാത്തു. 2 തിമോഥെയോസ് 4:7 വാക്യം. 2 തിമോഥെയോസ് 4 അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാന എഴുതപ്പെട്ട അടങ്ങിയിരിക്കുന്നു. മിക്കവാറും 60കളിൽ മാത്രമായിരുന്നിട്ടും മുമ്പേ താൻ മരണത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തൻ്റെ ജീവിതം ഏതാണ്ട് അവസാനിച്ചതായി അദ്ദേഹം തോന്നി. 2 തിമോഥെയോസ് 4:6 വാക്യം. ഇത് മിഷണറി യാത്രകളോ സഭയ്ക്ക് ലേഖനങ്ങളോ എഴുതലോ ഉണ്ടാകില്ല. അവൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഞാൻ നല്ല പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു തികഞ്ഞവനെങ്കിലും 1 തിമോഥെയോസ് 1:15 വാക്യങ്ങൾ. ദൈവത്തോടും സുവിശേഷത്തോടും എത്രത്തോളം സത്യസന്ധത പുലർത്തിയെന്ന് പൗലോസ് തൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നു. പാരമ്പര്യം സൂക്ഷിക്കുന്നത് താമസിയാതെ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ്. ഇപ്പോൾ ഏതാണ് ഏറ്റവും പ്രധാന ഗ്രഹിപ്പാൻ നമ്മുടെ അന്ത്യനാളുകളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ്. പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് പിന്തുടരാനുള്ള മാതൃക കാണിച്ചു തരുന്നു. നല്ല പോരാട്ടം പൊരുതുക, ഓട്ടം തയ്ക്കുക, വിശ്വാസം കാത്തു സൂക്ഷിക്കുക. കാരണം അവസാനം വരെ നാം ദൈവത്തോടും അവൻ്റെ വഴികളോടും വിശ്വസ്തരായിരിക്കുക എന്നതിലാണ് കാര്യം. അതിനായി നമുക്ക് ജീവിപ്പാൻ ആവശ്യമായിട്ടുള്ളത് അവൻ നൽകുന്നു. ആത്മീയ പോരാട്ടങ്ങൾ നമ്മെ നയിപ്പാൻ അവൻ നമ്മെ നന്നായി പൂർത്തീകരിപ്പാൻ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം അവസാനിച്ചെന്നും നിങ്ങളെ ചരമക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുമെന്നും സങ്കല്പിക്കുക. അതെങ്ങനെ ആയിരിക്കുവാൻ ആണ് നിങ്ങളുടെ ആഗ്രഹം? നന്നായി ഓട്ടം പൂർത്തീകരിപ്പാൻ നിങ്ങൾക്കിപ്പോൾ എന്ത് മാറ്റങ്ങൾ വരുത്താനാകും? പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവസാനം വരെ അങ്ങേക്കായി വിശ്വസതയോടെ ജീവിപ്പാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.